നമസ്കാരം. കൊല്ലവർഷത്തിലെ 10ാമത്തെ മാസമാണ് ഇടവം. ഇടവം മാസം ആരംഭിക്കാൻ പോവുകയാണ്. മെയ് മാസം 15 മുതൽ ജൂൺ 14 വരെയാണ് ഇടവമാസം വരുന്നത്. ഇടവമാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇടവമാസത്തിൽ ചില നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും അഥവാ 1-ാം തീയതി കയറുന്നതും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാരാണ് 1-ാം തീയതി കയറുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് തേടിയെത്തുക എന്നും ഏതെല്ലാം നക്ഷത്രക്കാരിൽ നിന്നുമാണ് ആദ്യം കൈനീട്ടം സ്വീകരിക്കേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരാകുന്നു. അശ്വതി നക്ഷത്രക്കാർ 1-ാം തീയതി വീടുകളിൽ കയറുന്നത് ഏറ്റവും ശുഭകരമാണ്. ധനപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും ധനപരമായ ഉയർച്ച നേടുന്നതിനും സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ശുഭകരമാകുന്നു. പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും അവരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. സർവ്വ ഐശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു. ധനപരമായ ഉയർച്ച നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കലഹങ്ങളുണ്ട് എങ്കിൽ കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതിലൂടെ ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഇവരിൽ നിന്നും ആദ്യമായി കൈനീട്ടം സ്വീകരിക്കുന്നതും കൂടാതെ ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും പൊതുവെ ശുഭകരമായി തന്നെയാണ് കരുതപ്പെടുന്നത്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ 1-ാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ നൽകും. ഇഷ്ട ആഹാരം ജീവിതത്തിൽ നേടുവാൻ അല്ലെങ്കിൽ അവർക്ക് ആ മാസം ഇഷ്ട ആഹാരം ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കൂടാതെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. സന്തോഷപരമായ നിമിഷങ്ങൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ധനപരമായ ഉയർച്ച നേട്ടങ്ങൾ കടന്നു വരും. തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർ കയറുന്നതും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക. കൂടാതെ ഭാഗ്യം ഇരട്ടിക്കുന്നതിനും സഹായകരം തന്നെയാണ് ഇവർ 1-ാം തീയതി കയറുന്നത്. വലിയ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കും എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാനും അംഗീകാരങ്ങൾ തേടിയെത്തുവാനും സഹായകരം തന്നെയാകുന്നു. സമൂഹത്തിൽ ഉയർച്ച നേടുവാനും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും സഹായകരം തന്നെയാണ്. കൂടാതെ തടസ്സങ്ങൾ ഒരു പരിധിവരെ അകന്ന് പോവുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാർ ആദ്യം വീടുകളിൽ പ്രവേശിക്കുന്നതും അഥവാ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് തന്നെ ആദ്യ കച്ചവടം നൽകുന്നതും അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ 1-ാം തീയതി വീടുകളിൽ കയറുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. ഉയർച്ച വന്ന് ചേരുകയും ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ വളരെയധികം നേട്ടങ്ങൾ സന്തോഷം വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും. അതിനാൽ പുണർദം നക്ഷത്രക്കാർ വീടുകളിൽ 1-ാം തീയതി കയറുന്നതിലൂടെ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതായത് പുണർദം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അതായത് അവരുടെ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതോടൊപ്പം ഇവർക്ക് മറ്റുള്ളവർക്കും ഇവർ കയറുന്ന വീട്ടിലെ അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും.
ഇവർക്ക് തന്നെ ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ആ മാസം ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കാണ് നിങ്ങൾ ഇത്തരത്തിൽ കൈനീട്ടം സ്വീകരിക്കുന്നത് അഥവാ ഇവരാണ് ആദ്യം 1-ാം തീയതി വീടുകളിൽ കയറുന്നത് എങ്കിൽ ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരും. ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത് പലവിധ ക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമാകുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ആയില്യ നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ 1-ാം തീയതി കയറുവാൻ ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങൾ തന്നെയാകുന്നു. ഇവരിൽ നിന്നും വാങ്ങുകയാണ് എങ്കിൽ, കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ആ കുടുംബത്തിന് ഉയർച്ച വന്നു ചേരുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും സാമ്പത്തികപരമായ നേട്ടം ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാകുന്നു. കൂടാതെ ഇവർ 1-ാം തീയതി കയറുന്നതിലൂടെ ഈ ഫലങ്ങൾ ഇവർ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ, അതായത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ആ വീടുകളിൽ സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. കൂടാതെ ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും ആ മാസം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ 1-ാം തീയതി കയറുന്നത് ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും എന്ന കാര്യമാകുന്നു. ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യം ഇരട്ടിക്കാം. എല്ലാ മേഖലകളിലും ഉയർച്ച നേടാം. തൊഴിൽപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും സഹായകരമാകുന്നു. അതിനാൽ ഇവർ വീടുകളിൽ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ശുഭകരമായ ഫലം നൽകും. ആ മാസം കച്ചവടം ഇരട്ടിക്കുന്നതിനോ ധനപരമായ നേട്ടങ്ങൾക്കോ സാധ്യത കൂടുതലാണ്. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖ നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതിലൂടെ ആ വീടുകളിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും ഉയർച്ച നേടുവാനും സഹായകരമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അതിനാൽ വിശാഖം നക്ഷത്രക്കാർ കയറുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇവർ 1-ാം തീയതി കയറുമ്പോൾ ഇവരിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ വീടുകളിൽ 1-ാം തീയതി കയറുന്നത് എങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള തടസ്സങ്ങൾ ഒഴിയുന്നതിനും ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതിനും സഹായകരമാകുന്നു. കൂടാതെ ഇഷ്ട ആഹാരം ലഭിക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനും സഹായകരമായി തീരും. ആ വീടുകളിൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതിനോടൊപ്പം ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ അനിഴ നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതും ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുക. വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച, സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷം ഇരട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് മികച്ച വിജയങ്ങൾ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നിനും മുട്ടുണ്ടാവില്ല എന്നാണ് പൊതുവെ പറയുക. അതിനാൽ പൂയം നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇവർക്ക് ആദ്യമായി കച്ചവടം, അതായത് ആദ്യത്തെ കച്ചവടം ഇവർക്ക് നൽകുന്നതും ശുഭകരമായ ഫലങ്ങൾ ആ മാസം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നതിലൂടെ അഥവാ 1-ാം തീയതി വീടുകളിൽ കയറി കൈനീട്ടം നൽകുകയാണ് എങ്കിൽ ആ വീടുകളിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ ഉപകരണങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും.
മനസമാധാനം ലഭിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ അല്പം ഉയർച്ചയും വന്നു ചേരാം. അതിനാൽ തന്നെ ഇവർ 1-ാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിലുണ്ട് എങ്കിൽ ഇവർ 1-ാം തീയതി കയറുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവർ പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് ഉയർച്ച വരണം എന്ന ആഗ്രഹത്തോടെ കയറുകയാണ് എങ്കിൽ മാത്രമാണ് ഈ ഫലങ്ങൾ വന്നു ചേരുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. അതായത് പൂർണ്ണ മനസ്സോടെ കയറാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്ന് ചുരുക്കം. എന്നാൽ ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും നല്ല മനസ്സോടെ അവർ വീടുകളിൽ കയറുന്നതും നിങ്ങൾക്ക് കൈനീട്ടം നൽകുന്നതും ശുഭകരം തന്നെയാണ്. എന്നാൽ പൂർണ്ണമായ മനസ്സോടെ നിങ്ങൾ ഉയരണം എന്ന ആഗ്രഹത്തോടെ നൽകിയാൽ മാത്രമേ ഫലിക്കൂ എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതും അതേപോലെ തന്നെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ കാരണവന്മാരുടെ, അതായത് അച്ഛൻ്റെയോ അച്ഛമ്മയുടെയോ അത്തരത്തിലുള്ള വ്യക്തികളുടെയും അനുഗ്രഹം ഇന്നേ ദിവസം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന കാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യവും ഇന്നേ ദിവസം ഏവരും ഓർക്കുക. അമ്മയിൽ നിന്നും പ്രത്യേകിച്ചും കൈനീട്ടം വാങ്ങുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഒരു കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമ്മ ഒരിക്കലും നിങ്ങൾ നശിക്കണം എന്ന് വിചാരിച്ച് കൈനീട്ടം നൽകുന്നതല്ല, പൂർണ്ണ മനസ്സോടെയായിരിക്കും തരിക. അതിനാൽ തന്നെ ആ മാസം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നാം കണ്ണിൽ കാണുന്ന ദൈവം തന്നെയാണ് അമ്മ. അതിനാൽ തന്നെ കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഉയർച്ച വന്നു ചേരും. കൂടാതെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, വിഷ്ണു ഭഗവാൻ പിതൃസ്ഥാനത്ത് വരുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുകയും കൈനീട്ടം വാങ്ങുകയും ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ മാസം നിങ്ങളെ തേടിയെത്തും.